എല്ലാവർക്കും നമസ്കാരം. ക്യൂബിറ്റ് SSC ആൻഡ് RRBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ SSC GDയുടെ ഒരു സീരീസ് 25 ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. അതിൽ 25ാമത്തെ സെഷനാണിത്. അപ്പോൾ ആ സിലബസിലുള്ള 2023 ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഇന്ന് ആകെ ബാക്കിയുള്ളത് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഏൻഷ്യൻ, മിഡീവൽ, മോഡേൺ ഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ SSC GDയുടെ നമ്മുടെ സീരീസ് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഈ സീരീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റി വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ പാണ്ഡ്യാസ്? അപ്പോൾ എല്ലാവരും പൊന്നിയിൻ സെൽവൻ കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയാം ചോള, ചേര, പാണ്ഡ്യ എന്നുള്ള ഡൈനാസ്റ്റി. പൊന്നിയിൻ സെൽവനിൽ ചോള പാണ്ഡ്യാസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റലാണ് പാണ്ഡ്യാസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം സൗത്ത് ഇന്ത്യയിൽ ഇത്രയും ഭാഗം അവരുടെ കയ്യിലായിരുന്നു എന്നാണ് പറയുന്നത്. പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ ഇന്നത്തെ മധുരൈ ആണ്. പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ ഇന്നത്തെ മധുരൈ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മധുരൈ മീനാക്ഷി ക്ഷേത്രം, മധുരൈ മീനാക്ഷി സുന്ദരേശ്വർ ക്ഷേത്രം. അപ്പോൾ പാണ്ഡ്യാസ് എന്ന് പറയുന്നവർ ആദ്യ കാലഘട്ടത്തിൽ ജെയിൻ റിലീജിയനായിരുന്നു, ജൈന മതക്കാരായിരുന്നു. കാലക്രമേണ അവർ ഹിന്ദുയിസത്തിലേക്ക് എത്തുകയും അതിൽ ശിവന്റെ ഫോളോവേഴ്സ് ശൈവൈറ്റായി മാറുകയും ചെയ്തു. അങ്ങനെ അവർ പണി കഴിപ്പിച്ചതാണ് ഏത് ഈ പറയുന്ന മധുരൈ മീനാക്ഷി സുന്ദരേശ്വർ ക്ഷേത്രം. മധുരൈ കൂടാതെ ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ ക്യാപിറ്റൽ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കോർക്കൈ അല്ലെങ്കിൽ കായൽ എന്ന് പറയുന്ന ഒരു പോർട്ട് സിറ്റി ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ, കോർക്കൈ അല്ലെങ്കിൽ കായൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ മധുരൈയുടെ മറ്റൊരു പേരാണ് മതിരൈ അല്ലെങ്കിൽ കൂടൽ. മതിരൈ എന്ന് വെച്ചാൽ മതിലുകളാൽ ചുറ്റപ്പെട്ടത്, ദ വാൾഡ് സിറ്റി എന്നാണ് അർത്ഥം. കൂടൽ, ഒത്തുകൂടൽ, ചേരൽ. അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ഈ സംഗം ലിറ്ററേച്ചർ കേട്ടിട്ടുണ്ടാവും. ഈ പോയട്രി അക്കാഡമീസ് ആണ്. ഈ പോയട്രി അക്കാഡമീസ് കൂടിയത് എവിടെയാണ്? 3 സംഗം ലിറ്ററേച്ചറിനെ ഹോസ്റ്റ് ചെയ്ത സിറ്റി എന്ന് ചോദിക്കാം. അത് സെയിം ഉത്തരമാണ്, മധുരൈ. അതുകൊണ്ട് ആ ഒത്തുകൂടലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് മധുരൈയുടെ മറ്റൊരു പേര് കൂടൽ എന്നാണ്. മൂന്നാമത് കാലക്രമേണ അവർ ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ക്യാപിറ്റൽ തെങ്കാശിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം അവരുടെ സിമ്പിൾ എന്താണ്? മീനുകളാണ്, ഫിഷാണ്. അവരുടെ ഫ്ലാഗിൽ, ആ റോയൽ ഫ്ലാഗിലുള്ള സിമ്പിൾ ഫിഷാണ്, മീനുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചോള, ചേര, പാണ്ഡ്യ ഡൈനാസ്റ്റികൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹു എമംഗ് ദ following Mauryan ruler pioneered the propagation of Baudha Dhamma? നിങ്ങൾക്കറിയാം ധമ്മ പോളിസി, ബുദ്ധാസ് ധമ്മ പോളിസി എന്നൊക്കെ പറയുന്ന സാധനം പ്രൊപ്പഗേറ്റ് ചെയ്ത ആരാണ്? അശോകനാണ്. അപ്പോൾ അശോക രാജാവിനെ നമുക്കറിയാം. ബിന്ദുസാരയുടെ മകനായിട്ടുള്ള അശോക രാജാവ് കാലക്രമേണ ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തു. ബുദ്ധിസ്റ്റ് ഫിലോസഫീസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് തൻ്റെ എംപയറിൻ്റെ നാനാഭാഗത്തും പില്ലേഴ്സും മറ്റ് സ്തൂപാസൊക്കെ പണി കഴിപ്പിച്ചു. അതിലൂടെ അശോകന്റെ ധമ്മ അല്ലെങ്കിൽ ധർമ്മ പോളിസി എന്ന് പറയുന്ന സാധനം പ്രൊപ്പഗേറ്റ് ചെയ്തു. ഈ ധമ്മ എന്ന് പറയുന്നത് ഒരു പാലി ഭാഷയിലുള്ള ലാംഗ്വേജ് ആണ്. അപ്പോൾ അശോകൻ പ്രധാനമായിട്ടും ഉപയോഗിച്ച ഭാഷ ഏതാണ്? പാലിയാണ്. ഒരുതരം പ്രാകൃത് ഭാഷയാണിത്. ധർമ്മ എന്ന് പറയുന്ന സംസ്കൃത് ഭാഷയുടെ പ്രാകൃത് അല്ലെങ്കിൽ പാലി വേർഷനാണ് ധമ്മ. അപ്പോൾ ധമ്മ ഫിലോസഫി ആരാണ് സ്പ്രെഡ് ചെയ്തത്? അശോകനാണ്, മൗര്യ രാജാവ് അശോകൻ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ധമ്മയിലുള്ളത്. എന്താണ്? സിൻലെസ്നെസ്, തെറ്റ് ചെയ്യാതിരിക്കുക, യൂണിവേഴ്സൽ വെൽഫെയർ, സ്പീക്കിംഗ് ദ ട്രൂത്ത്, നോൺ വയലൻസ്, റിലീജിയസ് ഡിസിപ്ലിൻ. അതായത് ബുദ്ധിസം എന്തൊക്കെ പറയുന്നു, ബുദ്ധിസ്റ്റ് ഫിലോസഫികൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതുകൂടാതെ തൻ്റെ മൗര്യൻ കോർട്ട് ഓർഡേഴ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനുമാണ് അശോകൻ പ്രധാനമായിട്ടും ഈ സ്തൂപങ്ങളും പില്ലേഴ്സും പണി കഴിപ്പിച്ചത്. മറ്റുള്ള രാജാക്കന്മാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ബിംബിസാര നമുക്കറിയാം ഹര്യങ്ക ഡൈനാസ്റ്റിയാണ് മഗധ ഭരിച്ചുകൊണ്ടിരുന്ന. കാലശോക നമുക്കറിയാം ശൈശുനാഗ ഡൈനാസ്റ്റിയാണ്. അശോകൻ, ബിന്ദുസാരൻ രണ്ടുപേരും മൗര്യൻ ഡൈനാസ്റ്റിയിൽപ്പെട്ടവരാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് വാസ് റിട്ടൺ ബൈ കൗട്ടില്യ? നിങ്ങൾക്കറിയാം കൗട്ടില്യ അല്ലെങ്കിൽ ചാണക്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരേ വ്യക്തി തന്നെയാണ്. അദ്ദേഹം ആരായിരുന്നു? ഹി വാസ് ദ പൊളിറ്റിക്കൽ അഡ്വൈസർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ ആൻഡ് ഹിസ് സൺ ബിന്ദുസാര. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറേ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന CSIR പരീക്ഷയുടെ എനിക്ക് തോന്നുന്നു 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതിയിലെ 6th of February അല്ലെങ്കിൽ 5th of February ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് അർത്ഥശാസ്ത്ര ഏത് ഭാഷയിലാണ് എഴുതിയതെന്ന്. അപ്പോൾ അർത്ഥശാസ്ത്ര വാസ് റിട്ടൺ ഇൻ സംസ്കൃത് ലാംഗ്വേജ് ബൈ കൗട്ടില്യ ഓർ ചാണക്യ ഓർ വിഷ്ണുഗുപ്ത. ഒരു പൊളിറ്റിക്കൽ ട്രീറ്റീസാണ്.
ബാക്കി ഇതാ ഈ ബുക്കുകളൊക്കെ പ്രധാനപ്പെട്ടവരാണ്. സൂക്താവലി, ഇന്ഡിക്ക, മുദ്ര രാക്ഷസ. അതിൽ നമുക്കറിയാം ഇന്ഡിക്ക എഴുതിയത് ആരാണ്? ഇന്ഡിക്ക എഴുതിയത് മെഗാസ്തനസ് ആണ്. അതായത് സിലിയൂസിഡ് നിക്കേറ്റർ വൺ എന്ന് പറയുന്ന ഗ്രീക്ക് രാജാവിന്റെ അംബാസഡർ ആയിരുന്ന മെഗാസ്തനസ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലേക്ക് പോവുകയും അവിടെ ചുറ്റുപറ്റും നടന്ന അഡ്മിനിസ്ട്രേഷനും മറ്റും എഴുതുകയും അങ്ങനെ ഇന്ത്യയെ പറ്റി ആദ്യ കാലഘട്ടത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ ഒരു വർക്കാണ് ഇത് ഇന്ഡിക്ക എന്ന് പറയുന്നത്. മുദ്ര രാക്ഷസ ആരാ എഴുതിയത്? മുദ്ര രാക്ഷസ എന്ന് പറയുന്നത് എഴുതപ്പെട്ടത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ്. ഓർത്തിരിക്കുക, ഗുപ്തന്മാരുടെ കോർട്ടിലുണ്ടായിരുന്ന വിശാഖദത്ത, ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ, ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോർട്ട് പോർട്ടായിരുന്ന വിശാഖദത്ത എഴുതിയതാണ് മുദ്ര രാക്ഷസ. പക്ഷെ അതിന്റെ കണ്ടന്റ് എന്താണ്? ചന്ദ്രഗുപ്ത മൗര്യൻ പവറിലേക്ക് വന്നതാണ്. അതായത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഈ മുദ്ര രാക്ഷസത്തിന്റെ കഥ മൗര്യന്മാരുടെ ആ പവർ, അവരെങ്ങനെ പവറിലേക്ക് വന്നു എന്നുള്ളതാണ്. ഈ വിശാഖദത്തയെ പറ്റി ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആളുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വർക്കാണ് ഏത്? ദേവി ചന്ദ്രഗുപ്ത 2 അല്ലെങ്കിൽ വിക്രമാദിത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ ഒരു പ്രണയകഥയാണ് ദേവി ചന്ദ്രഗുപ്തം. അപ്പോൾ ഉത്തരമുണ്ടല്ലോ, എന്താണ്? അർത്ഥശാസ്ത്ര. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Who among the following is the composer of Prayaga Prashasti or the Allahabad pillar inscription regarding അല്ലെങ്കിൽ in praise of Samudragupta? നമുക്കറിയാം അലഹബാദ് എന്ന് പറയുന്നത് ഇന്നറിയപ്പെടുന്നത് പ്രയാഗരാജ് എന്നാണ്. പ്രയാഗരാജിനെ അലഹബാദ് അല്ലെങ്കിൽ ഇലഹിബാദി അല്ലെങ്കിൽ ദ സിറ്റി ഓഫ് അള്ളാഹയുടെ താമസസ്ഥലം എന്നുള്ള പേരിലേക്ക് മാറ്റിയത് അക്ബർ ആണെന്ന് നമുക്കറിയാം. അതും ഒരു തവണ ചോദിച്ചിട്ടുണ്ട് SSC. ഈ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനെ നമ്മൾ പ്രശസ്തി എന്ന് വിളിക്കും. അലഹബാദിന്റെ മറ്റൊരു പേര് പ്രയാഗ്രാജ് എന്നാണ്. അതുകൊണ്ട് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? പ്രയാഗ പ്രശസ്തി എന്നാണ്. ഈ പ്രയാഗ പ്രശസ്തി ഏത് രാജാവിനെ പറ്റിയാണ് പറയുന്നത്, അത് ആരാണ് എഴുതിയത്, രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രയാഗ പ്രശസ്തിയിലേക്ക് വരുമ്പോൾ പ്രയാഗ പ്രശസ്തി പറയുന്നത് സമുദ്രഗുപ്ത എന്ന് പറയുന്ന നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവിനെ പറ്റിയാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി എഴുതിയത് ആരാണ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കോഡ് പോയിന്റ് ആയിരിക്കും. ആരാണ്? ഉത്തരം ഹരിസേന. പക്ഷെ നിങ്ങളിവിടെ കൺഫ്യൂസ് ചെയ്യരുത്. സമുദ്രഗുപ്ത ഡിഡ് നോട്ട് കൺസ്ട്രക്ട് ദ അലഹബാദ് പില്ലർ. അലഹബാദ് പില്ലറിന്റെ പണി കഴിപ്പിച്ച് സമുദ്രഗുപ്തയല്ല. അദ്ദേഹത്തെ പറ്റി മെൻഷൻ ചെയ്യുന്ന ഈ പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്ന ചെറിയൊരു പോയം, ആരുടെ പോയം? ഹരിസേനയുടെ പോയം അലഹബാദ് പില്ലർ ഉണ്ടെന്നേ ഉള്ളൂ. അലഹബാദ് പില്ലർ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ, നമുക്കറിയാം ആരാണ്? അശോകന്റെ കാലഘട്ടത്തിലാണ് അലഹബാദ് പില്ലർ, സാഞ്ചി സ്തൂപ തുടങ്ങിയ പ്രധാനപ്പെട്ട മോണുമെന്റ്സ് പണി കഴിപ്പിക്കപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹർഷവർദ്ധന tried to cross the Narmada to march into the Deccan but was stopped by the ruler belonging to the Chalukya dynasty. ഏത് റൂളറാണ് ഹർഷവർദ്ധനെ നർമ്മദയുടെ തീരത്ത് വെച്ച് തോൽപ്പിച്ചതെന്ന്? അപ്പൊ നമുക്കറിയാം, ഇത് നർമ്മദ നദിയാണെങ്കിലോ ഹർഷവർദ്ധന എന്ന് പറയുന്ന രാജാവിനെ പറ്റി ചോദിക്കുന്ന കാര്യങ്ങൾ ആളുടെ ഡൈനാസ്റ്റി ഏതാണെന്നാണ്. പുഷ്യഭൂതി ഡൈനാസ്റ്റിയിൽപ്പെട്ട ഹർഷവർദ്ധന എന്ന് പറയുന്ന രാജാവ് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് കീഴടക്കാൻ വന്നു. നർമ്മദയുടെ തീരത്ത് വെച്ച് അന്ന് ഇന്നത്തെ പ്രധാനപ്പെട്ട കർണാടക ഭാഗം ഭരിച്ചുകൊണ്ടിരുന്ന ചാലൂക്യ രാജവംശത്തിലെ ഒരു രാജാവ് ഹർഷവർദ്ധനെ യുദ്ധം ചെയ്ത് നർമ്മദയുടെ തീരത്ത് വെച്ച് തോൽപ്പിച്ചു. ആ യുദ്ധം അറിയപ്പെടുന്ന പേരാണ് ബാറ്റിൽ ഓഫ് നർമ്മദ. ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഈ നടന്ന വർഷം 619 AD അല്ലെങ്കിൽ CE ആണെന്നാണ്. അങ്ങനെ ഹർഷവർദ്ധനെ നർമ്മദയുടെ തീരത്ത് വെച്ച് 619 തോൽപ്പിച്ച ചാലൂക്യ രാജാവ് നൺ അതർ ദാൻ പുലകേശിൻ രണ്ടാമനാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത്. ഈ ഓപ്ഷൻസ് തീരെ റിലവൻ്റ് അല്ല. ഞാൻ നിങ്ങൾക്ക് ഇതേ ഓപ്ഷൻസ് തരാൻ കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം. സമുദ്രഗുപ്ത 2, സമുദ്രഗുപ്ത 1, ചന്ദ്രഗുപ്ത, ഇതൊക്കെ ഗുപ്ത എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഗുപ്തയല്ല, കുറച്ചുകൂടെ സൗത്തിലേക്കാണ് ചാലൂക്യ ഡൈനാസ്റ്റി എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടന്റ് പോലും അറിയാത്ത വ്യക്തിക്കാണെങ്കിലും റാൻഡമായിട്ട് ഗസ് ചെയ്യാൻ പറ്റും. കാരണം GDയുടെ ചോദ്യങ്ങൾ അത്രത്തോളം സിമ്പിളാണ്. ഓപ്ഷൻസ് ആർ നോട്ട് റിലവൻറ്റ്. നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ കൂടെ എലിമിനേഷൻ വഴി നമുക്ക് ഈ ചോദ്യം ആൻസർ ചെയ്യാം. ഇതിനെപ്പറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ആസ്പെക്ട് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പുലകേശിൻ രണ്ടാമൻ ഹർഷവർദ്ധനെ തോൽപ്പിച്ചുവെന്നും ഹർഷവർദ്ധൻ ഒരു ഭീരുവിനെ പോലെ തിരിഞ്ഞോടി എന്നും പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഇൻസ്ക്രിപ്ഷനാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഐഹോൾ പ്രശസ്തി. ഐഹോൾ എന്ന് പറയുന്നത് ഇന്ന് കർണാടകയിലുള്ള ഒരു സ്ഥലമാണ്. ഐഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ചാലൂക്യാസിന്റെ ഒരു ക്യാപിറ്റൽ ആയിരുന്നു. ഈ ചാലൂക്യാസ് അറിയപ്പെടുന്ന പേര് ബദാമി ചാലൂക്യാസ് എന്നാണ്. ബദാമി ചാലൂക്യാസ്. അവരുടെ ആദ്യത്തെ ക്യാപിറ്റൽ ബദാമി അല്ലെങ്കിൽ ഇന്ന് വാതാപി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. രണ്ടാമത്തെ ക്യാപിറ്റലായിരുന്നു ഐഹോൾ. ആ ഐഹോളിൽ ഒരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. എന്താണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ? ഇത് ആരാണ് പണി കഴിപ്പിച്ചത്? പുലകേശിൻ 2 ഫണ്ട് ചെയ്ത്
അദ്ദേഹത്തിൻ്റെ പോയറ്റായിരുന്ന രവികീർത്തിയുടെ ഐഹോൾ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്ന രാജാവും ആരാണ്? പുലകേശിൻ രണ്ടാമൻ. കണ്ടന്റ് എന്താണ്? അദ്ദേഹത്തിന്റെ ബാറ്റിൽ ഓഫ് നർമ്മദയിലെ വിക്ടറി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രാജഗൃഹ വാസ് ദ ക്യാപിറ്റൽ ഓഫ് മഗധ ഫോർ സെവറൽ ഇയേഴ്സ്. ലേറ്റർ ദ ക്യാപിറ്റൽ വാസ് ഷിഫ്റ്റഡ് ടു. രാജഗൃഹ അല്ലെങ്കിൽ ഗിരിവ്രജ എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്നത്തെ ബീഹാറിലാണ്. രാജാവിന്റെ ഗൃഹം, അവരുടെ ക്യാപിറ്റലായിരുന്നു അത്, മഗധയുടെ ക്യാപിറ്റലായിരുന്നു. കാലക്രമേണ നമ്മുടെ ബൃഹദ്രഥ ഹര്യങ്ക ഡൈനാസ്റ്റി ഒക്കെ കടന്നു വന്ന് ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ സമയത്ത് ഇവരുടെ ക്യാപിറ്റൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. നമുക്കറിയാം മഗധ എന്ന് പറയുന്നത് മോഡേൺ ഡേ ഇത് 16 മഹാജനപദാസും അവരുടെ ക്യാപിറ്റൽസും തന്നിട്ടുണ്ട്. എല്ലാ CGL അല്ലെങ്കിൽ GD അല്ലെങ്കിൽ CHSL പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണിത്. ഏതെങ്കിലും ഒരു മഹാജനപദ അവരുടെ ക്യാപിറ്റൽ. കഴിഞ്ഞ വർഷം CGL ചോദിച്ചത് ചമ്പ വാസ് ദ ക്യാപിറ്റൽ ഓഫ് എന്നാണ്. ചമ്പ വാസ് ദ ക്യാപിറ്റൽ ഓഫ്, നമുക്കറിയാം അങ്കയുടെ ക്യാപിറ്റലാണ് ചമ്പ. ഓക്കെ, ബാക്ക് ടു മഗധയുടെ ക്യാപിറ്റൽ ആദ്യം രാജഗൃഹയായിരുന്നു. കാലക്രമേണ അവർ യുദ്ധം ചെയ്ത് മറ്റുള്ള മഹാജനപദാസിനെ തോൽപ്പിച്ചപ്പോൾ പാടലീപുത്ര എന്ന് പറയുന്ന സ്ഥലം പിടിച്ചടക്കി. ഈ പാടലീപുത്രയെ ഒരു ക്യാപിറ്റലായിട്ട് വളർത്തി. പിന്നീട് അവരുടെ ക്യാപിറ്റൽ പാടലീപുത്രം ആയി മാറി. ഇതിൽ നോക്കിയാൽ അറിയാം, ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലം മധ്യപ്രദേശ് ഭാഗത്താണ്. ഉജ്ജയിനി അവന്തിയുടെ ക്യാപിറ്റലായിരുന്നു. കാഞ്ചീപുരം നമുക്കറിയാം പല്ലവാസിന്റെ ക്യാപിറ്റലാണ്. ഡീപ്പ് സൗത്ത് തമിഴ്നാടിലാണ്. തക്സീല അല്ലെങ്കിൽ തക്ഷശില നമുക്കറിയാം ഈ ഭാഗത്താണ്, ഇന്നത്തെ പാകിസ്ഥാനിലാണ്. ഗാന്ധാര എന്ന് പറയുന്ന മഹാജനപദയുടെ അതോറിറ്റിയിലായിരുന്നു അത് വന്നിരുന്നത്. അപ്പോൾ ഉത്തരം പാടലിപുത്ര. അപ്പോൾ ഹിസ്റ്ററി ചോദ്യങ്ങളാണെങ്കിലും ബേസിക് ജോഗ്രഫി അറിയാമെങ്കിലും നിങ്ങൾക്ക് എലിമിനേഷൻ വഴി ഇത് ആൻസർ ചെയ്യാം. അടുത്ത ചോദ്യം. ഇതുവരെ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫൗണ്ടർ ഓഫ് ദ മൗര്യൻ എംപയർ. മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയുടെ പേര്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആരാണ് മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത്? 4 ഓപ്ഷൻസ് വയ്ക്കാം. സമുദ്രഗുപ്ത അല്ല, കാരണം ആള് ഗുപ്തനാണ്, നെപ്പോളിയൻ ഓഫ് ഇന്ത്യ ആണ്. അശോക മൗര്യൻ എംപയറിൽ പെട്ട ആളാണ്, പക്ഷേ ഫൗണ്ടർ അല്ല. ചന്ദ്രഗുപ്ത ആള് ഗുപ്തനാണ്. നമുക്ക് നേരെ ഓപ്ഷനിലേക്ക് വരാം, അല്ലാതെ ഇത് ഒരുപാട് ഇൻഡെപ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ചന്ദ്രഗുപ്ത മൗര്യൻ, ആളുടെ പേരിൽ ഗുപ്തൻ ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ചന്ദ്രഗുപ്ത മൗര്യൻ വാസ് ദ ഫൗണ്ടർ ഓഫ് മൗര്യ എംപയർ. അപ്പോൾ മഗധ ഡൈനാസ്റ്റിയെ പറ്റി ബ്രീഫായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ മഗധ ഒരുപാട് ചെറിയ ഡൈനാസ്റ്റികൾ ഭരിച്ചിരുന്നു. പിന്നീട് പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ ഭരിച്ചു. പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ 2 മുതൽ 7 വരെയാണ്. ഫ്രം ഹര്യങ്ക ഡൈനാസ്റ്റി, ശൈശുനാഗ അല്ലെങ്കിൽ ശിശുനാഗ, നന്ദ, മൗര്യ, ശുംഗ, ഫൈനലി കൻവ. ഈ കൻവാസിന്റെ അവസാനം സതവാഹനാസിന്റെ കൈകൊണ്ടായിരുന്നു. സതവാഹനാസ് അല്ല, ആന്ധ്രാസ് എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയുടെ കൈകൊണ്ടായിരുന്നു. പിന്നീട് പവർ സെന്റർ മഗധയിൽ നിന്ന് മാറി കുറച്ചുകൂടെ താഴേക്ക് വന്നു. സതവാഹനാസ് ഡോമിനേറ്റഡ് ദ ഹിസ്റ്ററി ആഫ്റ്റർ കൻവാസ് കേട്ടോ. അപ്പോൾ തുടക്കം ബൃഹദ്രഥ ഡൈനാസ്റ്റിയാണ്. ആ ഡൈനാസ്റ്റിയെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല. ബൃഹദ്രഥ എന്ന് പറയുന്ന രാജാവ് എസ്റ്റാബ്ലിഷ് ചെയ്ത ബൃഹദ്രഥ ഡൈനാസ്റ്റി. മൗര്യാസിലേക്ക് വരുമ്പോൾ മൗര്യാസ് ഭരിച്ചുകൊണ്ടിരുന്ന 322 to 184. പ്രധാനപ്പെട്ട രാജാക്കന്മാർ ചന്ദ്രഗുപ്ത മൗര്യനെ പോലെ, ബിന്ദുസാരനെ പോലെ, അശോകനെ പോലുള്ളവർ മൗര്യൻ ഡൈനാസ്റ്റിയിൽ പെട്ടവരായിരുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് കൺട്രോൾ ദ സിൽക്ക് റൂട്ട് ഡ്യൂറിംഗ് പോസ്റ്റ് മൗര്യൻ പീരിയഡ്? മൗര്യന്മാർക്ക് ശേഷം സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്തത് ആരാണ്? സിൽക്ക് റൂട്ട് എവിടെയാണ്? നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലല്ല സിൽക്ക് റൂട്ട്. സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ്, പിന്നെ പുറമേക്കുള്ള ഭാഗമാണ്. ചൈന, ഇന്നത്തെ സെൻട്രൽ ഏഷ്യ തുടങ്ങിയ ഭാഗത്തേക്കുള്ള ഒരു റൂട്ടായിരുന്നു സിൽക്ക് റൂട്ട്. നിങ്ങൾ ഈ അടുത്ത വാർത്തയിൽ ചൈന അവരുടെ സിൽക്ക് റൂട്ട് റിവൈവ് ചെയ്യാൻ നോക്കുന്നതും ഇന്ത്യ അതിനെ ഒപ്പോസ് ചെയ്യുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്നൊക്കെ പറയുന്ന ഇന്ത്യ അത്ര താല്പര്യത്തോടെ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മൗര്യന്മാരുടെ ഭരണത്തിന് ശേഷം സിൽക്ക് റൂട്ട് ആരാ കൺട്രോൾ ചെയ്ത്? അപ്പോൾ നമുക്കറിയാം സമ്മൺ ഹു റൂൾഡ് നോർത്ത് ഇന്ത്യ ആണ് സിൽക്ക് റൂട്ട് അതിനുശേഷം കൺട്രോൾ ചെയ്തത്. ചേരാസ് അല്ല, കാരണം സൗത്തിലായിരുന്നു. സതവാഹനാസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊരു മറാത്ത തെലുഗു സാമ്രാജ്യമായിരുന്നു. അവർ നോർത്ത് ഇന്ത്യക്ക് പുറമേക്കോ അവരുടെ പവർ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ശുംഗാസും കുഷാനാസും ആണ് നമുക്കുള്ളത്. ശുംഗാസ്, കൻവാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ശുംഗാസ്, പുഷ്യാമിത്ര ശുംഗൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ശുംഗാസ് ആൻഡ് കൻവാസ്, വസുദേവ കൻവ എസ്റ്റാബ്ലിഷ് ചെയ്ത കൻവാസ് അല്ലെങ്കിൽ കൻവായനാസ്, ഇവരുടെ സമയത്ത് ദ ഡൈനാസ്റ്റി ബിക്കേം വെരി സ്മോൾ, ടെറിട്ടറി ബിക്കേം വെരി സ്മോൾ, സെൻറ്റേർഡ് അറൗണ്ട് പാടലിപുത്ര, വളരെ വീക്കായിരുന്നു. പാടലിപുത്ര, വിഡീഷ തുടങ്ങിയ ഭാഗത്തായിരുന്നു അവരുടെ ക്യാപിറ്റൽ. അപ്പോൾ
ദ ഓൺലി അവൈലബിൾ ഓപ്ഷൻ ഇസ് കുഷാനാസ്. കുഷാനാസിലെ രാജാവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കനിഷ്ക എന്ന് പറയുന്ന രാജാവ്. ഓക്കെ, കനിഷ്ക എന്ന് പറയുന്ന രാജാവിന്റെ കുഷാൻ എംപയർ, അവരുടെ പ്രധാനപ്പെട്ട ക്യാപിറ്റലായിരുന്നു പുരുഷപുര. പുരുഷപുര ഇന്നത്തെ പാകിസ്ഥാനിലുള്ള പെഷവാർ ആണ് പുരുഷപുര. ആ ക്യാപിറ്റലായിരുന്നു. അത് ആരുടെ ക്യാപിറ്റലായിരുന്നു? കുഷാനാസിന്റെ ക്യാപിറ്റലായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് നോർത്തേൺ ഭാഗങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് കനിഷ്ക ദ ഗ്രേറ്റിന്റെ കുഷാന ഡൈനാസ്റ്റി. ഉത്തരം കുഷാന ഡൈനാസ്റ്റി. വിച്ച് among the following is the oldest Vedas? നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം നമ്മൾ വേദിക് സിവിലൈസേഷൻ പഠിക്കും. ഏർലി വേദിക് സിവിലൈസേഷൻ, ലേറ്റർ വേദിക് സിവിലൈസേഷൻ പഠിക്കും. ഏർലി വേദിക് സിവിലൈസേഷൻ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഋഗ്വേദിക് സിവിലൈസേഷൻ. കാരണം ആദ്യം എഴുതപ്പെട്ട ദ ഓൾഡസ്റ്റ് വേദ ഈസ് ഋഗ്വേദ. നമുക്ക് വേദങ്ങളെ പറ്റി അറിയാം. പ്രധാനമായിട്ടും 4 വേദങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. അതിൽ ദ ഓൾഡസ്റ്റ് വേദ എന്ന് പറയുന്നത് ഋഗ്വേദയാണ്. ഋഗ്വേദയിലെ പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണ്? പുരുഷ സൂക്ത മന്ത്രം തുടങ്ങിയ കാര്യങ്ങൾ. എന്തൊക്കെയാണ്? വേദിക് സംഹിതാസ്, ബ്രാഹ്മണാസ്, ആരണ്യകാസ്, ഉപനിഷത്തുകൾ. അതിൽ തന്നെ പ്രധാനപ്പെട്ട മുണ്ടക ഉപനിഷത്ത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഉത്തരം എന്താണ്? അപ്പോൾ ദ ഓൾഡസ്റ്റ് വേദ ഋഗ്വേദ. ഇനി നിങ്ങളോട് ചോദിക്കാം, അഥർവവേദ ഡീലിംഗ് വിത്ത് മാജിക്കൽ സ്പെൽസ്. വാട്ട് ഈസ് സാമവേദ? വാട്ട് ഈസ് യജുർവേദ? ആയുർവേദ ഇസ് എ പാർട്ട് ഓഫ് വിച്ച് വേദ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ വേദങ്ങളെ പറ്റി, വേദിക് എറയെ പറ്റി ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻ ഡാഷ് ബാബർ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി അറ്റ് പാനിപ്പട്ട്. ഏത് വർഷമാണ് ബാബർ ഇബ്രാഹിം ലോധിയെ പാനിപ്പട്ടിൽ തോൽപ്പിച്ചത്? നമുക്കറിയാം 1206 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ഡൈനാസ്റ്റിയാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് സ്ലേവ് അല്ലെങ്കിൽ മാംലൂക്ക് അല്ലെങ്കിൽ ഇലബാരി ഡൈനാസ്റ്റി. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുടെ പേരെന്താണ്? കുത്തബ്ദീൻ ഐബക്ക് എന്നാണ്. മുഹമ്മദ് ഘോരിയുടെ ഒരു സ്ലേവ് ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസ് അതിനെ സ്ലേവ് ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത്. പിന്നീട് അങ്ങനെ വന്ന് ഖൽജി, തുഗ്ലക്, സയ്യദ്. അവസാനം വന്ന ഡൈനാസ്റ്റിയാണ് ലോധി ഡൈനാസ്റ്റി. ഡൽഹിയിലെ ലോധി ഗാർഡൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ലോധി ഡൈനാസ്റ്റിയുടെ അവസാനത്തെ റൂളറായിരുന്നു ഇബ്രാഹിം ലോധി. ആൻഡ് ഇബ്രാഹിം ലോധി വാസ് ദ റൂളർ ടിൽ 1526. 1526. 1526 എന്താ സംഭവിച്ചേ? ഇന്നത്തെ ഹരിയാനയിലുള്ളൊരു സ്ഥലമാണ് പാനിപ്പട്ട്. പാനിപ്പട്ടിൽ വെച്ച് പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ യുദ്ധം, ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, കാബൂളിൽ നിന്ന് വന്ന, അതിനു മുന്നേ സെൻട്രൽ ഏഷ്യയിലെ ഫെർഗാന വാലിയിൽ നിന്നും വന്ന ബാബർ എന്ന് പറയുന്ന രാജാവ് ഇബ്രാഹിം ലോധിയെ പാനിപ്പട്ടിൽ വെച്ച് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ആൻഡ് ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ എംപയർ. അപ്പോൾ വർഷം ഏതാണ്? 1526. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എപ്പോഴാണ്? 1556. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എപ്പോഴാണ്? 1761. അപ്പോൾ ഇതിലെ ഇൻഡെപ്ത് കണ്ടന്റ് ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ ലൂസൻസ് ജി കെ എന്ന് പറയുന്ന സീരീസ് ഉടൻ തുടങ്ങാൻ പോവുകയാണ്. ആ സീരീസിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പറയാം കേട്ടോ. ഇത് PYQ ഡിസ്കഷൻ അല്ലേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് മാത്രം ഡിസ്കസ് ചെയ്ത് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വൈ വാസ് ദ ഇയർ 1757 ആൻ ഇമ്പോർട്ടൻറ്റ് ഇയർ ഫോർ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? 1757 എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്? കാരണം നമുക്കറിയാം ആ വർഷമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത്. പ്ലാസിയിലെ യുദ്ധം നടന്നത്. എവിടെയാണ് പ്ലാസി? ഇന്നത്തെ വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സ്ഥലമാണ് പ്ലാസി. അപ്പോൾ വെസ്റ്റ് ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന, അന്നത്തെ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ ടൈറ്റിലാണ് നവാബ്. ആ നവാബ് ആരായിരുന്നു? സിറാജ് ഉദ് ദൗള. സിറാജ് ഉദ് ദൗള. ഈ സിറാജ് ദൗളയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ചെറിയൊരു വാക്കേറ്റം വന്നു, ആർഗ്യുമെന്റ് വന്നു. അവരൊരു ഫോർട്ട് പണിയുന്നതിനെ ചുറ്റി, അതിന് ചുറ്റും കോട്ട പണിയുന്നതിനെ ചുറ്റി ഒരു ആർഗ്യുമെന്റ് വന്നു. ആളുടെ വാക്കിന് വില കൽപ്പിക്കാതെ ബ്രിട്ടീഷുകാർ കോട്ട പണിതു. സിറാജ് ദൗള അവരെ പോയി കീഴടക്കി. ആ കീഴടക്കിയതിന്റെ ഫലമായിട്ട് കുറച്ച് പേര് കൊല്ലപ്പെട്ടു. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി, ആ ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടതിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസിൽ നിന്നും കൊണ്ടുവന്നാണ് ആരെ? റോബർട്ട് ക്ലൈവിനെ. അങ്ങനെ സർ റോബർട്ട് ക്ലൈവും മൂപ്പരുടെ പാർട്ടീസൊക്കെ കൂടി വന്നു. ചെറിയൊരു ചീറ്റിംഗ് ഒക്കെ നടത്തി പ്ലാസിയിലെ യുദ്ധത്തിൽ സിറാജ് ദൗളയെ തോൽപ്പിച്ചു. ബംഗാൾ എന്ന് പറയുന്നത് ഏകദേശം അവരുടെ ഇൻഡയറക്ട്ലി അവരുടെ കൺട്രോളിൽ വന്നു. ഇതേ യുദ്ധത്തോടനുബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന മറ്റൊരു യുദ്ധമാണ് 1764 ബക്സർ യുദ്ധം, ബാറ്റിൽ ഓഫ് ബക്സർ. കാരണം ഈ യുദ്ധത്തിലാണ് അവർ മുഗൾ രാജാവിനെ കൂടെ തോൽപ്പിച്ചത്. ബംഗാൾ, അവധ്, മുഗൾ സാമ്രാജ്യത്തിലെ 3 രാജാക്കന്മാരെയും അവർ തോൽപ്പിച്ചു. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം? 1757 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെ തോൽപ്പിച്ചു? നിസാം ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി. കറക്റ്റ് ആണ്. പക്ഷേ
ഹൈദരാബാദ് എന്നാണ് തന്നിട്ടുള്ളത്, തെറ്റാണ്. 1757 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെ തോൽപ്പിച്ചു? സിറാജ് ദൗളയെ തോൽപ്പിച്ചു, കറക്റ്റ് ആണ്. പക്ഷേ മദ്രാസ് എന്നാണ് തന്നിട്ടുള്ളത്, ഓപ്ഷൻ രണ്ടാമതും തെറ്റാണ്. 1757 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിറാജ് ദൗളയെ തോൽപ്പിച്ചു, ഓപ്ഷൻ ഔദ് എന്നാണ് തന്നിട്ടുള്ളത്, തെറ്റാണ്. കാരണം എന്താണ്? നമ്മുടെ ഓപ്ഷൻ ബംഗാളാണ്. ബംഗാളിലെ പ്ലാസിയിൽ വെച്ച് 757 സിറാജ് ദൗളയെ തോൽപ്പിച്ച് റോബർട്ട് ക്ലൈവ് ബംഗാളിനെ കീഴ്പ്പെടുത്തി ബംഗാളിന്റെ ഗവർണറായി മാറി. ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ഈസ് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഉത്തരം ഓപ്ഷൻ 4. ഷേർ ഖാൻ ഡിഫീറ്റഡ് ഹുമയൂൺ അറ്റ് ചൗസ. അപ്പോൾ മുഗൾ സാമ്രാജ്യം വന്നു. മുഗൾ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയുടെ പേരാണ് ബാബർ. ബാബറിന്റെ മകൻ നമുക്കറിയാം ആരാണ്? ഹുമയൂൺ ആണ്. അപ്പോൾ 1526 ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്ത് 1530 ബാബർ മരിച്ചു. 1530 മുതൽ 1540 വരെ മുഗൾ സാമ്രാജ്യം ഭരിച്ച രാജാവാണ് ഹുമയൂൺ. 40 മുതൽ 55 വരെ 15 വർഷക്കാലം ഹുമയൂണിന്റെ കയ്യിൽ നിന്ന് ഭരണം പോയി. ആ ഭരണം പോയത് സൂർ അല്ലെങ്കിൽ സൂരി എന്ന് പറയുന്ന ഡൈനാസ്റ്റിക്കാണ്. ആ സൂർ അല്ലെങ്കിൽ സൂരി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ഈ പറയുന്ന ഷേർ ഖാൻ അല്ലെങ്കിൽ ഷേർ ഷാ അല്ലെങ്കിൽ ഷേർ ഷാ സൂരി എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭരണം പിടിക്കാൻ വേണ്ടി നടന്ന രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഒന്ന് ഇന്നത്തെ ബീഹാറിലെ ചൗസയിൽ വെച്ച് നടന്ന ബാറ്റിൽ ഓഫ് ചൗസ 1539. നമ്മളുടെ ഉത്തരം ഓപ്ഷൻ 1. ഈ ബീഹാറിൽ നടന്ന ചൗസയിൽ വെച്ച് ഹുമയൂൺ തോൽക്കുകയും ഹിസ്റ്റോറിയൻസ് പറയുന്നത് രക്ഷപ്പെടാൻ വേണ്ടി ഹുമയൂണും തൻ്റെ ആർമിയും ഗംഗയിലേക്ക് എടുത്തു ചാടി ഗംഗ നീന്തിക്കടന്ന് തൻ്റെ ക്യാപിറ്റലിലെത്തി. പക്ഷെ തോൽവി സമ്മതിക്കാൻ ഹുമയൂൺ തയ്യാറായിരുന്നില്ല. കയ്യിൽ കിട്ടിയ ആയുധങ്ങളും തൻ്റെ ഒരു പടയാളികളെയും സെറ്റാക്കിയിട്ട് ആൾ വീണ്ടും യുദ്ധത്തിന് വന്നു. ഇന്നത്തെ ഉത്തർപ്രദേശിലെ കനൌജിൽ വെച്ച് 1540 വീണ്ടും യുദ്ധം ചെയ്തു. അപ്പോൾ ബാറ്റിൽ ഓഫ് ചൗസ ഈസ് ഇൻ 1539. ബാറ്റിൽ ഓഫ് കനൌജ്, ഇഫ് ദേ ആർ ആസ്കിംഗ് ബാറ്റിൽ ഓഫ് കനൌജ്, ഇറ്റ് ഹാപ്പൻഡ് ഇൻ 1540, 1540. ആ യുദ്ധത്തിൽ വീണ്ടും തോൽക്കപ്പെട്ട് ഹുമയൂൺ എങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടു? ഇറാനിലെ സഫാവിദ് സാമ്രാജ്യത്തിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ വെച്ച് ഹുമയൂൺ ഷിയ റിലീജിയനിലേക്ക്, അതായത് ഇസ്ലാമിലെ രണ്ട് പ്രധാനപ്പെട്ട സെക്റ്റുകളാണ് സുന്നി ഇസ്ലാമും ഷിയ ഇസ്ലാമും. നമുക്കറിയാം മെജോറിറ്റി ഓഫ് ദ മുഗൾ എംപറേഴ്സ് വർ സുന്നി ഫോളോവേഴ്സ് ഓഫ് സുന്നി ഇസ്ലാം. അതിൽ ഷിയ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ട ഒരേ ഒരു വ്യക്തിയാണ് ഹുമയൂൺ. ഇറാനിലെ ആ ഷായുടെ പ്രഷർ കാരണം മൂപ്പര് ഷിയ റിലീജിയനിലേക്ക്, ഷിയ സെക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഡൈനാസ്റ്റി റൂൾഡ് ഓവർ ഡൽഹി ഡ്യൂറിങ് 1290 to 1320? നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഒരു ഹോമോജനസ് സാധനമായിരുന്നില്ല, പല ഡൈനാസ്റ്റികൾ ഉണ്ടായിരുന്നു. 1206 എസ്റ്റാബ്ലിഷ് ചെയ്ത് 1526 വരെ പല ഡൈനാസ്റ്റികൾ ഭരിച്ചു അല്ലേ. സ്ലേവ് ഡൈനാസ്റ്റി മുതൽ ലോധീസ് വരെ ഭരിച്ചു. അപ്പോൾ അവരുടെ ടൈം ലൈൻ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ ചോദ്യം കാണിക്കുന്നത്. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റി 1206 മുതൽ 1290 വരെ ഏകദേശം 84 വർഷം ഭരിച്ചു. 90 മുതൽ 320 വരെ വളരെ കുറച്ച് കാലം ഭരിച്ച, എന്നാൽ ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരുള്ള ഡൈനാസ്റ്റിയാണ് ഖൽജി ഡൈനാസ്റ്റി. അലാവുദ്ദീൻ ഖിൽജി എന്നെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ പത്മാവത് സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉത്തരം ഖൽജി. അപ്പോൾ തുഗ്ലക്, സയ്യദ്, ലോധി ഇതെല്ലാം അവരുടെ ടൈം ലൈൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. തുഗ്ലക്കിന്റെ ടൈം ലൈൻ 320 മുതൽ 1414 വരെ, സയ്യദിന്റെ ടൈം ലൈൻ 1414 മുതൽ 1451 വരെ, ലോധിയുടെ ടൈം ലൈൻ 1451 മുതൽ 1526 വരെ. അപ്പോൾ 1526 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. 1600 ചാർട്ടർ കിട്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് ആരുടെ സമയത്താണെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ഡാഷ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്വയർഡ് എ ചാർട്ടർ ഫ്രം ദ റൂളർ ഓഫ് ഇംഗ്ലണ്ട് ക്വീൻ എലിസബത്ത് I, ഗ്രാൻഡിങ് ഇറ്റ് ദ സോൾ റൈറ്റ് ടു ട്രേഡ് വിത്ത് ദ ഈസ്റ്റ്. നിങ്ങൾ നോക്കുക, ഇംഗ്ലണ്ടില് രാജ്ഞി ക്വീൻ എലിസബത്ത് രാജ്ഞി 1600, എക്സാക്ട് ഡേറ്റ് 1600 ഡിസംബർ 30, 1600 ഒരു ചാർട്ടറിൽ ഒപ്പിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ നമുക്കറിയാം ഇത് ആഫ്രിക്കയാണെന്ന് അസ്യൂം ചെയ്യുക, ഇവിടെ ഉള്ളൊരു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഉണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞി എന്ത് പറഞ്ഞു? യു ക്യാൻ ഗോ ടു ദ ഈസ്റ്റ് ആൻഡ് ട്രേഡ് വിത്ത് ദ കൺട്രീസ് ദെയർ. ഈ ഈസ്റ്റ് ഇൻഡീസിലേക്ക് പോയി നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം. ആ ഈസ്റ്റിനെ അവർ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്നറിയോ? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഏകദേശം ഈ ഭാഗം മുതൽ അങ്ങോട്ടെന്ന് പറയുമ്പോൾ എവിടം വരെയാണ്? ടു ദ സ്ട്രേറ്റ് ഓഫ് മഗല്ലൻ സ്ട്രേറ്റ് വരെ. മഗല്ലൻ സ്ട്രേറ്റ് നിങ്ങൾ ജോഗ്രഫി അറിയാവുന്നവരാണെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലേതാ?
ഇത് ചിലി ആണെങ്കിൽ ഈ ചിലിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് മഗല്ലൻ സ്റ്റേറ്റ്. അതായത് ഇതാ ഇവിടെ തുടങ്ങി ഇവിടം വരെ ഇവരുടെ കിഴക്കോട്ട് UK കിഴക്കോട്ടുള്ള രാജ്യങ്ങൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെ 15 വർഷത്തേക്ക് ഗ്രാൻഡ് കൊടുത്തു. പിന്നീട് പല പല സമയത്ത് പലപ്പോഴായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് 1947 വരെ അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1600 ചാർട്ടർ കിട്ടി. 1615 അവർ അവരുടെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. മോർ ദാൻ 300 years they were there in India. 1600 കേട്ടോ ഉത്തരം. ഗിയാസുദ്ദീൻ ബാൽബൻ റൂൾഡ് ഇൻ ഇന്ത്യ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരിയഡ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ഇൻഡെപ്ത് ആയിട്ടും അവർക്ക് ചോദിക്കാം, എത്രത്തോളം ഫാക്ച്വലായിട്ട്. നമ്മൾ സ്ലേവ് ഡൈനാസ്റ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാർ, നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരൊക്കെയാണ്? കുത്തബ്ദീൻ ഐബക്ക്, പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ട് പിന്നീട് രാജായി വന്ന ഷംസുദ്ദീൻ ഇൽതുത്മിഷ്, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ കുറച്ചു കാലത്തേക്ക് ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് പ്രധാനമായിട്ടും വന്നത് റസിയ സുൽത്താന. അതിനുശേഷം നമ്മൾ പഠിക്കും റസിയയ്ക്ക് ശേഷം ഈ ഇൽതുത്മിഷ് എസ്റ്റാബ്ലിഷ് ചെയ്ത അവരുടെ ടർക്കിഷ് നോബിൾസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ചഹൽഗാനി എന്ന് പറയുന്നത്, ദ കോപ്സ് ഓഫ് 40. ഈ 40 പേരാണ് ഭരണം ഡോമിനേറ്റ് ചെയ്തിരുന്നു. രാജാവിൻ്റെ റോള് വീക്കായിരുന്നു എന്ന് പഠിച്ചു. പിന്നീട് വന്ന രാജാവ് വളരെ ക്രൂരനായിരുന്നു, വളരെ സ്ട്രോങ് ആയിട്ട് ഈ മതപണ്ഡിതന്മാരെയും സ്കോളേഴ്സിനെയും പിന്നെ ഇവരുടെ നോബിൾസിനെയും ചഹൽഗാനിയെയും അടിച്ചമർത്തി സിജിദ പൈബോസ് എന്ന് പറയുന്ന പ്രാക്ടീസുകൾ കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ആ വ്യക്തിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ ഭരിച്ച സമയം 1266 മുതൽ 1287 വരെ. അപ്പോൾ അതാ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ആ ഡൈനാസ്റ്റിയുടെ ഫുൾ ടൈം ലൈൻ തന്നിട്ടുണ്ട്. 1206 മുതൽ 1210 വരെ കുത്തബ്ദീൻ ഐബക്ക്. 1210-11 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ അരംഷ ആളെ പിടിച്ചു വലിച്ച് താഴേക്കിട്ട് മരുമകൻ ഇൽതുത്മിഷ് 211 മുതൽ 36 വരെ ഭരിച്ചു. പിന്നെ നിങ്ങൾ റസിയ സുൽത്താനെ ഓർത്തിരിക്കണം. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വ്യക്തിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. പിന്നെ അവസാനത്തെ രാജാവ് മുയിസുദ്ദീൻ കൈഖാബാദ്, അദ്ദേഹത്തെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഷംസുദ്ദീൻ കയ്യൂമർ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരുന്നു, അല്ലാതെ ആള് പ്രധാനിയല്ല. അപ്പോൾ ഇതിൽ ഈ എടുത്തു പറഞ്ഞ പ്രധാനികളുടെ ഡേറ്റ് മാത്രം ഓർത്തിരിക്കുക. എല്ലാവരും ഓർത്തിരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. നമ്മളുടെ ഉത്തരം 1266 മുതൽ 1287 വരെ, ഓപ്ഷൻ 3. ഈ പറഞ്ഞ രാജാക്കന്മാരുടെ ടൈം ലൈനെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത്, ഡാഷ് ആൻഡ് ഡാഷ് ഫോം ദ സ്വരാജ് പാർട്ടി വിത്തിൻ കോൺഗ്രസ് ടു ആർഗ്യൂ ഫോർ എ റിട്ടേൺ ടു കൗൺസിൽ പൊളിറ്റിക്സ്. സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ജാനുവരി 1923 നമുക്കറിയാം 1920കളുടെ തുടക്കം എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ സമയമായിരുന്നു. ചൗരി ചൗര എന്നൊരു ഇൻസിഡന്റ് നടന്നു. പോലീസ് സ്റ്റേഷനിൽ തീയിട്ടു, കുറേ പേര് മരിച്ചു, പോലീസുകാർ മരിച്ചു, കുറേ പേരെ പിടിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ചു. ഗാന്ധിജി മൂവ്മെന്റ് വയലന്റ് ആകുന്നു എന്ന് പറയുന്ന ആ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്തു. ഗാന്ധിജി സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിൽ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ, അവരുടെ ഒരു വിഭാഗത്തിന്റെ ആർഗ്യുമെന്റ് നമ്മൾ കൗൺസിലുകളിലേക്ക് കയറണം, കൗൺസിലുകളിൽ ഇരുന്ന് ഫൈറ്റ് ചെയ്യണമെന്നായിരുന്നു. അക്കൂട്ടർ കോൺഗ്രസിനകത്ത് തന്നെ ചെറിയൊരു പാർട്ടി പ്രഖ്യാപിച്ചു. ആ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് ഖിലാഫത്ത് പാർട്ടി. അതായത് ഇന്നത്തെ പോലെ കോൺഗ്രസിൽ നിന്നും മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയല്ല ചെയ്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള വേറൊരു ഫാക്ഷൻ. അവരുടെ ലീഡേഴ്സ് ആരായിരുന്നു? ചിത്തരഞ്ജൻ ദാസ് അല്ലെങ്കിൽ CR ദാസ്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു. ഇത് രണ്ടുപേരുമാണ് നമ്മൾ പ്രധാനമായിട്ടും കേൾക്കാറുള്ള പേര്. കാരണം ചിത്തരഞ്ജൻ ദാസ് വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ സ്വരാജ്യ പാർട്ടി ആൻഡ് മോത്തിലാൽ നെഹ്റു വാസ് ദ സെക്രട്ടറി, ഫസ്റ്റ് പ്രസിഡന്റ് ആൻഡ് ഫസ്റ്റ് സെക്രട്ടറി ഓഫ് ദ സ്വരാജ്യ പാർട്ടി. പക്ഷെ നമ്മൾ കേൾക്കാത്ത മറ്റൊരു പേരുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നരസിംഹ ചിന്താമൻ ഖേൽക്കർ, NC ഖേൽക്കർ. നരസിംഹ ചിന്താമൻ ഖേൽക്കർ വാസ് അനദർ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദ സ്വരാജ്യ പാർട്ടി. അപ്പം നമ്മുടെ ഉത്തരം ചിത്തരഞ്ജൻ ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം, സാവിത്രിബായി ഫൂലെ together with her husband Jyotirao Phule founded one of India's first girls school in Pune at Bidewada in പൂനെയിലെ ബീഡേവാഡയിൽ, ഇന്നത്തെ മഹാരാഷ്ട്രയിലെ പൂനെയിലെ ബീഡേവാഡയിൽ സാവിത്രിബായി ഫൂലെയും അവരുടെ ഹസ്ബൻഡായിരുന്ന ജ്യോതിറാവ് ഫൂലെയും കൂടെ ഒരു ഗേൾസിനായിട്ടുള്ള സ്കൂൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏത് വർഷം? ഉത്തരം 1848 ആണ്. നിങ്ങൾ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. കറണ്ട് അഫയേഴ്സ് റെഗുലറായിട്ട് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവും. ഞാൻ വിത്ത് പ്രൂഫാണ് തരുന്നത്. പോലീസ് കവർ PMC demolished Bidewada structure to build Jyotiba Phule's first girls school memorial. അതായത് ആ സ്കൂളിൻ്റെ പഴയ സ്ട്രക്ചർ, ഒരു വളരെ ചെറിയൊരു ബിൽഡിംഗ് ആണ്, അത് അവർ പൊളിച്ചു മാറ്റി. വേറൊന്നുമല്ല, വലിയൊരു മെമ്മോറിയൽ പണിയാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ, ലോക്കൽസ് എതിർത്തപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് പൊളിച്ചു മാറ്റിയത്. ഈ അടുത്ത് വാർത്തയിലുണ്ടായിരുന്നു. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിൽ നമ്മൾ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ അതാ ഈ ജ്യോതിബ ഫൂലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രിബായി ഫൂലെ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര കണ്ട ഏറ്റവും ആദ്യത്തെ സോഷ്യൽ റിഫോമേഴ്സ് ആയിരുന്നു.
ഇദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽ നിന്നും വന്ന് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ വ്യക്തിയാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം എല്ലാം അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി ആയിരുന്നു. ജ്യോതിബ ഫൂലെ പറ്റി ചോദിക്കാം. ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ ഓർഗനൈസേഷൻ ട്രൂത്ത് സീക്കേഴ്സ് സൊസൈറ്റി അല്ലെങ്കിൽ സത്യശോധക് സമാജ്. ട്രൂത്ത് സീക്കേഴ്സ് സൊസൈറ്റി, സത്യശോധക് സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ജ്യോതിബ ഫൂലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ പ്രാർത്ഥന സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ് ഇൻ ബോംബെ. ബോംബെയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു സോഷ്യോ റിലീജിയസ് റീഫോം സൊസൈറ്റിയാണ് പ്രാർത്ഥന സമാജ്. പ്രാർത്ഥന സമാജ് എന്ന് പറയുമ്പോൾ പ്രയർ സൊസൈറ്റി ബോംബെയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1867 മാർച്ച് 1867 എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയുടെ പേര് SSC CGL പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വെരി ഇമ്പോർട്ടൻറ്റ്, ആത്മാറാം പാണ്ഡുരംഗ്. നമ്മൾ ബ്രഹ്മസമാജ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ബ്രഹ്മസമാജായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുന്ന പേരാണ് കേശവ് ചന്ദ്ര സെൻ. അപ്പോൾ ബ്രഹ്മസമാജിന്റെ ഇനീഷ്യൽ ആക്ടിവിറ്റീസ് ബംഗാൾ ഭാഗത്തായിരുന്നു. ഈ കേശവ് ചന്ദ്ര സെൻ മഹാരാഷ്ട്ര വിസിറ്റ് ചെയ്തപ്പോൾ ആത്മാറാം പാണ്ഡുരംഗിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതേ തുടർന്ന് അദ്ദേഹം അവിടെ ഒരു സോഷ്യോ റീഫോം സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ പേരാണ് പ്രാർത്ഥന സമാജ്. വർഷം 1867 എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുടെ പേരെന്താണ്? ആത്മാറാം പാണ്ഡുരംഗ്. ക്ലിയർ ആണല്ലോ? ആത്മാറാം പാണ്ഡുരംഗ്. അടുത്തത്, മഹാത്മാഗാന്ധി റിട്ടേൺ ടു ഇന്ത്യ ഇൻ ജാനുവരി ഡാഷ്. വെരി 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 ഈസി ക്വസ്റ്റ്യൻ. 1915. എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന പേരാണ് പ്രവാസി ഭാരതീയ ദിവസ്, നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് ഡേ. അതായത് പ്രവാസികൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് മറ്റു നാടുകളിൽ പോയി പ്രവാസം നടത്തുന്ന പ്രവാസികൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു ദിവസമാണ്. ജാനുവരി 9, 1915. എല്ലാ വർഷവും ജാനുവരി 9 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം ജാനുവരി 9, 1915 ഇന്ത്യയിലെ ആദ്യത്തെ പ്രവാസി, ഏറ്റവും വലിയ പ്രവാസി മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കപ്പൽ മാർഗം ബോംബെയിൽ എത്തിയത്. അപ്പോൾ ആ ഒരു ഇവന്റ് കോമമറേറ്റ് ചെയ്യാനാണ് 9th ജാനുവരിയെ നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത്, വൈ ഡിഡ് മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ ആൻഡ് മസറുൽ ഹഖ് റിസൈൻ ഫ്രം ദ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ? ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഇന്നത്തെ പാർലമെന്റ് പോലെ അവർ കൊണ്ടുവന്ന സാധനമാണ് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഈ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യയിൽ 1946-47 കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ റീപ്ലേസ് ചെയ്ത സാധനമാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കാലക്രമേണ 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ നമ്മുടെ പാർലമെന്റ് വെച്ച് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അത്ര കാലം ഇന്ത്യയുടെ നിയമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും ഈ 3 പേര് മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസറുൽ ഹഖ് റിസൈൻ ചെയ്യാനുള്ള കാരണം 1915 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിഫൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നു. കാരണം നമുക്കറിയാം 14-18 എന്ന് പറയുന്നത് വേൾഡ് വാർ 1 കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന് ശേഷം 1919 അവർ കൊണ്ടുവന്ന ഒരു വളരെ ക്രൂരമായ സപ്രസിംഗ് ആയിട്ടുള്ള നിയമമാണ് ദ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഈ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്ന് പറയുന്ന നിയമം പ്രപ്പോസ് ചെയ്തൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഹെഡ് ചെയ്ത വ്യക്തിയുടെ പേരാണ് സിഡ്നി റൗലത്ത്. അതുകൊണ്ട് ദ ആക്ട് ഈസ് ഓൾസോ കോൾഡ് റൗലത്ത് ആക്ട്. ആ ചെയർപേഴ്സന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പാസ്സാക്കിയ വർഷം 1919. പാസ്സാക്കിയത് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എന്തുകൊണ്ടാണ് അത് ക്രൂരമെന്ന് പറയാൻ കാരണം? പ്രിവെന്റീവ് ഡിറ്റൻഷൻ, അതുപോലെ ഡിറ്റൻഷൻ വിത്തൗട്ട് ട്രയൽ ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ തുടങ്ങിയ കാര്യങ്ങൾ. അതായത് നമ്മളെ വെറുതെ പിടിച്ച് ജയിലിടാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. ജുഡീഷ്യറിയിലേക്ക് എങ്ങും കൊണ്ടുപോകേണ്ട കാര്യമില്ല, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ട കാര്യമില്ല, ജാമ്യം കിട്ടുമെന്ന് ഉറപ്പില്ല. ബ്രിട്ടീഷുകാർക്ക് ആരെ ഇഷ്ടമല്ലയോ അവരെ പിടിച്ച് ജയിലിടാം. അപ്പോൾ ഇത്രത്തോളം ഒരു നോൺസെൻസ് ആയിട്ടുള്ള ഒരു നിയമത്തിനെ ഇന്ത്യക്കാർ, ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അന്നത്തെ ഇന്ത്യക്കാരായിരുന്ന ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസറുൽ ഹഖ് എല്ലാവരും നിശിതമായിട്ട് വിമർശിച്ചു. പക്ഷേ ആ ബില്ല് മെജോറിറ്റി ബ്രിട്ടീഷുകാരായതുകൊണ്ടും അവരെ ഫേവർ ചെയ്യുന്നവരായതുകൊണ്ടും സഭയിൽ പാസ്സായി. അതുകൊണ്ട് ആ സഭയിൽ നിന്നും ഈ 3 പേര് എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. സോ ഓപ്ഷൻ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ റൗലത്ത് ആക്ട് 1919. ടു സപ്പോർട്ട് ദ റൗലത്ത് ആക്ട് അല്ല, ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് സൈമൺ കമ്മീഷൻ, ടു സപ്പോർട്ട് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനൊക്കെ നമുക്കറിയാം 1927-28 കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് വാസ് റിട്ടൺ ബൈ ദയാനന്ദ സരസ്വതി? ആരാണ് ദയാനന്ദ സരസ്വതി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ദയാനന്ദ സരസ്വതി വാസ് ദ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ്.
ഇന്നത്തെ ഗുജറാത്തിൽ ജനിച്ച ആര്യ സമാജ് പോലുള്ള ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ്, ഞങ്ങൾക്ക് റിഫോമിസ്റ്റ് മൂവ്മെന്റ്, റിവൈവലിസ്റ്റ് മൂവ്മെന്റ് എന്നുള്ള രണ്ട് തരം സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കും. റിവൈവലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ക് ടു റിലീജിയൻ, ആ റിലീജിയൻ എന്താണോ പറയുന്നത്, ബാക്ക് ടു വേദാസ്, ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്യ സമാജിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ദയാനന്ദ സരസ്വതി. അദ്ദേഹം എഴുതിയ ബുക്കാണ് സത്യാർത്ഥ പ്രകാശ് അല്ലെങ്കിൽ ദ ലൈറ്റ് ഓഫ് ട്രൂത്ത്. 1875 അദ്ദേഹം എഴുതിയ ബുക്കാണ് സത്യാർത്ഥ പ്രകാശ്. പക്ഷെ ഇതിലെ മറ്റു 3 ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ഗീതാഞ്ജലി, കാബൂളിവാല, സ്ട്രേ ബേർഡ്സ്. ഇത് 3ഉം എഴുതിയത് ഒരാളാണ്. ആര്? ദ ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ്. ആര്? രബീന്ദ്രനാഥ ടാഗോർ. രബീന്ദ്രനാഥ് ടാഗോർ. ക്ലിയർ ആണല്ലോ? സത്യാർത്ഥ പ്രകാശാണ് നമ്മുടെ ഉത്തരം. Which of the following satyagraha was led by Dr. B.R. Ambedkar? ഡോക്ടർ ബി ആർ അംബേദ്കർ ലീഡർ ആയിരുന്ന സത്യാഗ്രഹ. ഇൻഡിവിജ്വൽ സത്യാഗ്രഹ നമുക്കറിയാം 1940-കളിൽ ഗാന്ധിജി ലോഞ്ച് ചെയ്താണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ. ആദ്യത്തെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹി ആരാണ്? ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെ. കാൺപൂർ സത്യാഗ്രഹ, ഖേദ സത്യാഗ്രഹ, മഹത് സത്യാഗ്രഹ. ഖേദ സത്യാഗ്രഹ നമുക്കറിയാം അഹമ്മദാബാദ്, ചമ്പാരൻ, ഖേദ, ഇത് മുഴുവൻ നമ്മുടെ ഗാന്ധിജി, മഹാത്മാഗാന്ധി നേരിട്ട് നടത്തിയവയാണ്. മഹത് സത്യാഗ്രഹ ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് വാട്ട് ഈസ് മഹത് സത്യാഗ്രഹ? മഹത് എന്ന് പറയുന്ന ഇന്നത്തെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ഡിസ്ട്രിക്റ്റിൽ മഹത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പബ്ലിക് ടാങ്ക് ഉണ്ടായിരുന്നു. ഈ പബ്ലിക് ടാങ്ക് ഉപയോഗിക്കാൻ അൺടച്ചബിൾസ്, തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന സിസ്റ്റം നിലവിൽ നിന്നിരുന്ന സമയത്ത് അൺടച്ചബിൾസിന്, ദളിത്സിന് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഭാഷയിലെ ഹരിജൻസിന് പെർമിഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രാക്ടീസ് നിർത്തലാക്കാൻ വേണ്ടി അംബേദ്കർ നടത്തിയ സത്യാഗ്രഹ കെയിം ടു ബി നോൺ ആസ് മഹത് സത്യാഗ്രഹ. വർഷം ചോദിക്കും 1927 മാർച്ചിലാണ് അദ്ദേഹം നടത്തിയത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1991 മറ്റോ റിലീസ് ചെയ്തൊരു സ്റ്റാമ്പാണിത്. ഡോക്ടർ ബി ആർ അംബേദ്കറും അദ്ദേഹത്തിന്റെ മഹത് സത്യാഗ്രഹിയും. മഹത് എന്ന് പറയുന്ന പബ്ലിക് വാട്ടർ ടാങ്കിൽ പോയിട്ട് അവിടെ അവരുടെ പുറത്ത് കൽപ്പിച്ചിരുന്ന ആ പറയുന്ന വിലക്കുകളെല്ലാം മാറ്റി അദ്ദേഹം പബ്ലിക് ടാങ്ക് യൂസ് ചെയ്തു. അംബേദ്കറെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫാദർ ഓഫ് ദ വൺ ഹൂ ഡ്രാഫ്റ്റഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പൊളിറ്റി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്തത്, ഡ്യൂറിങ് വിച്ച് മൂവ്മെന്റ് ഡിഡ് ചൗരി ചൗര ഇൻസിഡന്റ് ഹാപ്പൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസ്കഷനിൽ. ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. 1920, 21, 22 കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്ത നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വാസ് എ നോൺ വയലന്റ് മൂവ്മെന്റ്. ബ്രിട്ടീഷുകാരോട് സഹകരിക്കില്ല, പക്ഷേ ഞങ്ങൾ വയലൻസ് ഇല്ലാതെ മുന്നോട്ട് പോയിക്കോളാം. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ പോയപ്പോൾ ആ കൂട്ടം ആൾക്കാരെ പോലീസ് ലാത്തിചാർജ് ചെയ്തു, ബ്രിട്ടീഷ് പോലീസ് ലാത്തിചാർജ് ചെയ്തു. അതിൽ പ്രതിഷേധിച്ച് ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം, ചൗരി ചൗരയുടെ ലൊക്കേഷൻ എവിടെയാണ്? ഇന്നത്തെ ഉത്തർപ്രദേശ്, അന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസ് ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ ഗോരഖ്പൂർ എക്സ്പ്രസ് കേട്ടിട്ടുണ്ടാവും. ഇവിടെയുള്ള പോലീസ് സ്റ്റേഷന് ആൾക്കാർ തീയിട്ടു, 20-ൽ പരം പോലീസുകാർ കത്തി മരിച്ചു. വളരെ ക്രൂരമായിട്ടുള്ള ഇൻസിഡൻ്റ് ആണ്. ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചു. സ്വരാജ്യ പാർട്ടി ഫോർമേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഉത്തരം 2, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. When was the Harijan Sevak Sangh founded as a result of Pune Pact? ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. പൂണ പാക്ട് 1932, ഹരിജൻ സേവക് സംഘ് ഫോം ചെയ്ത് 1932. ഇതറിയണമെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അറിയണം. അതിലൊന്നാണ് കമ്മ്യൂണൽ അവാർഡ്. പേര് പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിറ്റികളെ ബേസ് ചെയ്ത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്, അതായത് മുസ്ലിം സ്ഥാനാർത്ഥികളെ മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്ത് ജയിപ്പിക്കുക, സിഖുകാർക്ക് വേറെ, ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേറെ, ആംഗ്ലോ ഇന്ത്യൻസിന് വേറെ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണൽ അവാർഡ് പാസ്സാക്കിയത് 1932-ലാണ്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് പാസ്സാക്കിയത്. അതുകൊണ്ട് അംബേദ്കർ ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്തു. കാരണം ഡിപ്രസ്ഡ് ക്ലാസ്സിന് റെപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണമെന്ന് അംബേദ്കർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഗാന്ധിജി അതിനെ ഒപ്പോസ് ചെയ്തു. ഗാന്ധിജി പറഞ്ഞത് ദിസ് വിൽ ഫർദർ ഡിവൈഡ് ഇന്ത്യ, പർട്ടിക്കുലർലി ദ ഹിന്ദു റിലീജിയൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി ഇതിനെ ഒപ്പോസ് ചെയ്തു, അംബേദ്കർ ഇതിനെ സപ്പോർട്ട് ചെയ്തു. ഒടുവിൽ രണ്ടുപേരും കൂടി ഒരു സന്ധി സംഭാഷണത്തിലെത്തി. ഗാന്ധിജി അന്ന് പൂനെയിലെ ഏറവാഡ ജയിലിലായിരുന്നു. അങ്ങനെ പൂനെയിലെത്തിയ അംബേദ്കർ ഗാന്ധിയുമായിട്ട് സംസാരിച്ച് രണ്ടുപേരും കൂടെ ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ടു, പൂണ പാക്ട്. അന്ന് ഗാന്ധിജി എന്ത് പറഞ്ഞു? ഐ വിൽ വർക്ക് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ്
Harijans or Dalits or the so-called untouchables. അങ്ങനെ ഗാന്ധിജി എസ്റ്റാബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷൻ ആണ് ഇത് ഹരിജൻ സേവക് സംഘ്. ഹരിജൻ സേവക് സംഘ്, വർഷം 1932. The Indian National Congress was founded in, very simple question, 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു ഡിസംബർ മാസം 28. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കോൺഗ്രസിൻ്റെ എല്ലാ സെഷൻസും നടക്കുന്നത് യൂഷ്വലി നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് 72 ഡെലിഗേറ്റ്സിനെ വെച്ച് അവർ എവിടെയാണ് കൂടിയത്, ഒത്തുകൂടിയത് എവിടെയാണ്? ബോംബെയിലാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കും ഫസ്റ്റ് സെഷൻ വാസ് ഇൻ ബോംബെ. ബോംബെയിൽ എവിടെ ഒത്തുകൂടിയെന്ന് ചോദിക്കും, വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കോളേജിലാണ്, തേജ്പാൽ സംസ്കൃത് കോളേജ്. ബോംബെയിലുള്ള തേജ്പാൽ സംസ്കൃത് കോളേജിലാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെഷൻ ഒത്തുകൂടിയത്. ആദ്യത്തെ സെഷൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കാം, WC ബാനർജി. ഇതാ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 4 സെഷൻസ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനീഷ്യൽ സെഷൻസിൽ. പിന്നെ പ്രധാനപ്പെട്ട സെഷൻസ് ഉണ്ട്. ഗാന്ധിജി പ്രസിഡന്റായ സെഷൻ ഏതാണ്? പിന്നെ നമ്മൾ കേരള ചരിത്രത്തിലേക്ക് വരുമ്പോൾ മലയാളി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു സെഷനുള്ളൂ, ആ സെഷൻ എവിടെയാണ്, ഏതാണ് തുടങ്ങിയ ഫാക്ടറുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പൂർണ്ണ സ്വരാജ് അഡോപ്റ്റ് ചെയ്ത സെഷൻ എവിടെയാണ് തുടങ്ങിയ സെഷൻസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ആദ്യത്തെ 4 നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അത് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കി എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെയിം ഓഫ് ദ 3 of the following is often used together as a group. Pick the odd one out. താഴെ പറയുന്നവരിൽ 3 പേരുടെ പേര് നമ്മൾ പലപ്പോഴും ഒരുമിച്ച് കേട്ടിട്ടുണ്ട്. ഓഡ് വൺ ഔട്ട് ആരാണ്? ദാദാഭായ് നവറോജി, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളാണ്. കോൺഗ്രസിന്റെ മോഡറേറ്റ് ഫേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് ലോർഡ്സിലെ മെമ്പറായിരുന്നു. ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസിയെ ആദ്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്ത നേതാക്കന്മാരിൽ ഒരാളാണ് ദാദാഭായ് നവറോജി. ഒരു പാർസി ആയിരുന്നു ബൈ റിലീജിയൻ. ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ബാൽ ഗംഗാധർ തിലക്. നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ട്, ലാൽ ബാൽ പാൽ. ലാൽ ബാൽ പാൽ എന്ന് പറയുന്ന ത്രയം അല്ലെങ്കിൽ ദ ട്രയംവിറേറ്റ് നമ്മൾ എപ്പോഴാണ് കേട്ടിട്ടുള്ളത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മോഡറേറ്റ് ഫേസ് കഴിഞ്ഞ് 1885 മുതൽ 1905 വരെ 20 വർഷം മോഡറേറ്റ് ഫേസ് ആയിരുന്നു. ഈ പറയുന്ന നവറോജി പോലെയുള്ള, ഗോപാലകൃഷ്ണ ഗോഖലെ പോലെയുള്ള മോഡറേറ്റ് നേതാക്കന്മാർ, അവരുടെ ആ ഒരു പ്രീതി കുറഞ്ഞു വന്നപ്പോൾ ഉയർന്നു വന്ന നേതാക്കന്മാരാണ് ഈ ലാൽ ബാൽ പാൽ എന്ന് പറയുന്നത്. പിന്നീട് അവരാണ് കോൺഗ്രസിനെ ആൾക്കാരിലേക്ക്, ജനങ്ങളിലേക്ക് ഇറക്കി ഒരു പോപ്പുലാരിറ്റി കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് ആരാണ്? ദാദാഭായ് നവറോജി. അപ്പോൾ ഈ ഫിഗറിൽ ക്ലിയർ ആണ്. ലാലാ ലജ്പത് റായ്, പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, മറാത്തയുടെ ബാലഗംഗാധര തിലകൻ, മറാത്ത പൊളിറ്റിക്സിലെ ബാലഗംഗാധര തിലകൻ, പിന്നെ ലാൽ ബാൽ പാൽ, ബിപിൻ ചന്ദ്ര പാൽ. ബിപിൻ ചന്ദ്ര പാൽ. Who among the following was the first Indian to be recruited in Indian civil service in British India? അപ്പോൾ ഇതാ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്. ബ്രിട്ടീഷുകാരോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തിട്ട് അവരെന്ത് പറഞ്ഞു? നമുക്ക് പാർട്ടിസിപ്പേഷൻ വേണം, ഇന്ത്യക്കാർക്ക് കൂടുതൽ പാർട്ടിസിപ്പേഷൻ വേണം, അങ്ങനെ ഒരു ഡിമാൻഡ് വന്നു. ആ ഒരു ഡിമാൻഡ് വരാൻ കാരണം ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക്, ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഇന്ത്യക്കാർക്കുള്ള പ്രാതിനിധ്യം വളരെ കുറവാണെന്നാണ്. ആ വളരെ കുറവായി നിന്ന കാലഘട്ടത്തിലും, ഇന്ത്യക്കാരുടെ പരീക്ഷ ക്ലിയർ ആവാൻ വളരെ ബുദ്ധിമുട്ടായി നിന്ന കാലഘട്ടത്തിലും, അതായത് പരീക്ഷയുടെ സെൻറ്റർ ചിലപ്പോൾ ലണ്ടനിൽ മാത്രമായിരുന്നു, പ്രായം വളരെ കുറവായിരുന്നു, ആ കാലഘട്ടത്തിലും പരീക്ഷ ആദ്യമായിട്ട് എഴുതി പാസ്സായി ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ് ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ് ടാഗോർ, സുരേന്ദ്രനാഥ് ബാനർജി. ഉത്തരം സത്യേന്ദ്രനാഥ് ടാഗോർ. ടാഗോർ ഫാമിലിയിൽ ജനിച്ച് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ മൂത്ത സഹോദരനായിരുന്ന സത്യേന്ദ്രനാഥ് ടാഗോർ, he became the first Indian to qualify for the British Indian Civil Service exam in the year 1863. 1863 പാസ്സാവുകയും ബോംബെ പ്രസിഡൻസി അദ്ദേഹത്തിന് കേഡറായി കിട്ടുകയും ചെയ്തു. ഇന്നത്തെ IAS എന്ന് പറയല്ലോ, അതിന് തത്തുല്യമായ പോസ്റ്റാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അപ്പോൾ ദാ ഏൻഷ്യൻ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. നല്ലപോലെ പഠിക്കുക. GD പരീക്ഷ അടുത്ത് കഴിഞ്ഞു. നല്ലപോലെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ക്യൂബിറ്റിൻ്റെ ഭാഗത്തുനിന്നും ഓൾ ദ ബെസ്റ്റ്.